നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ ചന്ദ്രൻ മനസ്സിനെയും വൈകാരികതയെയും മാതാവിനെയും കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകളെയും പാസ്റ്റ് ലൈഫ് മെമ്മറീസ് എന്നിവയെ സൂചിപ്പിക്കുന്നു. എല്ലാ ഗ്രഹങ്ങൾക്കും അതാത് ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലുള്ള മെമ്മറീസ് ഉണ്ടാവും എങ്കിൽ പോലും ചന്ദ്രൻ പൊതുവെ മനസ്സിൻ്റെ കാരകനായതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ചന്ദ്രനുമായിട്ട് മനസ്സിന് വല്ലാണ്ട് ആഗ്രഹിച്ച പല വിഷയങ്ങളും ഓർമ്മകളായിട്ട് ഇങ്ങനെ വരികയും ചെയ്യും എന്നുള്ളതാണ് നിരന്തരമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇൻഡ്യൂഷൻസ് ദേജാവ് പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. നിഗൂഢതകളെയും പെട്ടെന്നുള്ള മാറ്റങ്ങളുടെയും ഭാവമാണല്ലോ 8ാം ഭാവം എന്ന് പറയുന്നത്. അത് പഠിച്ച കാര്യമാണല്ലോ. ആ ഭാവത്തിൽ മനോകാരകനായിരിക്കുന്ന മനസ്സിൻ്റെ കാരകനായിരിക്കുന്ന ചന്ദ്രൻ നിൽക്കുമ്പോൾ അതിതീവ്രവും വൈകാരികവുമായിട്ടുള്ള കാർമ്മിക ബന്ധങ്ങളായിരിക്കും എന്നുള്ളതാണ്. അലട്ടലുകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാർമ്മിക ബന്ധങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഋണ അനുബന്ധം, കാർമ്മിക റിലേഷൻഷിപ്പ്, അഷ്ടവുമായിട്ട് ചന്ദ്രന് ബന്ധം വരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഈ വീഡിയോ 8ൽ നിൽക്കുന്നവർ കാണുക എന്നുള്ളതാണ്. അപ്പം നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പം 8ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന പ്രധാന കാർമ്മിക ബന്ധങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെറ്റേണൽ കർമ്മ ഒന്നാമത്തത്, മാതൃകർമ്മവും വൈകാരികമായിട്ടുള്ള ഘടകങ്ങളും. ചന്ദ്രൻ നിസർഗ മാതൃകാരകനാണ്, മനകാരകനാണ്. 8ാം ഭാവത്തിലെ ചന്ദ്രൻ പൂർവജന്മത്തിൽ മുൻജന്മങ്ങളിൽ അമ്മയുമായിട്ട് പൂർത്തിയാക്കാത്ത കടങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ജന്മത്തിൽ അമ്മയുമായി അമിതമായിട്ടുള്ള വൈകാരിക അടുപ്പമോ അല്ലെങ്കിൽ തീർത്തും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തീർത്തും വൈകാരികമായിട്ടുള്ള അകൽച്ചയോ നിങ്ങൾക്കുണ്ടാവാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരെ ഒക്കെ സംരക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ ഒരു കാർമ്മിക ബന്ധമായിട്ട് വന്നിട്ട് അതിൽ നിന്ന് ഒട്ടും ഒളിച്ചോടാൻ പറ്റാതെ അത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മുഷിയല്ല ചെയ്യേണ്ടത്, അതിനെ വളരെ പ്രയോറിറ്റിയോടുകൂടി, ചിലപ്പം വളരെ വേദനാജനകമായിരിക്കും, വളരെ അസ്വസ്ഥമുള്ളതായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും ബ്ലോക്ക് ആവുന്നതായിരിക്കും. പക്ഷെ അത് തീർത്ത് പോവുക എന്നുള്ളതാണ്. ഇതെന്തറിയോ, ഇതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് തീർത്ത് പോവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഇങ്ങനെ വരുന്ന വിഷയങ്ങൾ അതിശക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്പർ 2, ട്രോമ ബോണ്ടിങ്. അതിതീവ്രമായിട്ടുള്ള മാനസിക ബന്ധങ്ങളും അതിൽ നിന്നുണ്ടാവുന്ന വിഷമങ്ങളുമൊക്കെ പോകുന്നു വരുന്നു. അതിന് മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു പേരാണ്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് അനാലിസ്റ്റുകളായിട്ടുള്ള, അതിനെ റിലേഷൻഷിപ്പിനെയൊക്കെ അനലൈസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകൾ പറയുന്നൊരു പേരാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അത് വളരെ വേദനാജനകമാണ്. ഇടയ്ക്ക് പോവും വരും. ഇങ്ങനെ ഒഴിവാക്കാനും പറ്റത്തില്ല, എന്നാൽ സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ അതും പറ്റാത്തൊരു വളരെ വൈകാരികമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ളൊരു വൈകാരികമായിട്ടുള്ളൊരു മാനസിക ബന്ധം എന്ന് വേണേൽ പറയാം. 8ാം ഭാവം ഭയത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും കൂടിയുള്ള ഒരു ഭാവമല്ലേ. അപ്പോൾ അവിടെയാണ് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനത്തെ ചന്ദ്രൻ്റെ ബന്ധം എന്ന് പറയുന്നത് അതിതീവ്രമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് വരും എന്നുള്ളതാണ്. അത് വേദനയാണ്, പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അറിയാതെ അതിലേക്ക് വീണ്ടും പോകുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നു. സാറേ, എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കറിയാം അതെനിക്ക് ദോഷമേ ചെയ്തുള്ളൂ, എനിക്ക് നാശമാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മനസമാധാനം പോയി, എൻ്റെ കരിയർ പോയി, എൻ്റെ ജീവിതം പോയി, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. അത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളുമാവാം കേട്ടോ. അതേത് തരത്തിലുള്ള ബന്ധങ്ങളുമാവാം. അതങ്ങ് ഈവൻ സബ്സ്റ്റൻസുകളോട് പോലും ആവാം. കാരണം അഷ്ടമം എന്ന് പറയുന്നത്
ഈ നിഗൂഢ വിഷയങ്ങളും അഡിക്ഷൻ്റെയും കൂടിയൊക്കെ ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതിനോടും ആവാം മുൻജന്മങ്ങളിൽ നിങ്ങളെ വൈകാരികമായിട്ട് മുറിവേൽപ്പിച്ചവരോ അല്ലെങ്കിൽ നിങ്ങൾ മുറിവേൽപ്പിച്ചവരോ അവരിൽ നിന്നുണ്ടായ ശാപതാപങ്ങൾ ആ കാർമിക് ലൂപ്പുകൾ പിന്തുടരുന്നതാണ്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഇപ്പം ഒരു സബ്സ്റ്റൻസോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലാതെ ഒരു വ്യക്തിയുമായിട്ടാണ് അങ്ങനൊരു വിഷയം നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ മുൻജന്മത്തിൽ നിങ്ങളെ വൈകാരികമായിട്ട് മുറിവേൽപ്പിച്ചവരോ അല്ലെങ്കിൽ നിങ്ങൾ മുറിവേൽപ്പിച്ചവരോ ഈ ജന്മത്തിലൊരു കാർമിക ബന്ധമായിട്ടത് വരും. അഷ്ടമമല്ലേ, മിക്കവാറും അത് രഹസ്യമായിട്ടോ അല്ലെങ്കിൽ പ്രണയരൂപേണയോ ഒക്കെ ആയിരിക്കും വരുന്നത്. ഒഴിവാക്കാൻ പറ്റില്ല. ആദ്യ കാഴ്ചയിൽ തന്നെയൊക്കെ വല്ലാത്തൊരു ചിൻ ഫ്ലെയിം ആണെന്നൊക്കെ തോന്നും. ഇപ്പോഴത്തെ ഒരു ഇതല്ലേ അതെ, ചിൻ ഫ്ലെയിം ആണെന്ന് തോന്നും. ചിത്രശലഭങ്ങൾ പറക്കും, ഏഞ്ചൽ നമ്പേഴ്സ് വരും. വിശ്വാമിത്രൻ മേനകയെ കണ്ട പോലത്തെ അവസ്ഥയാണ്. ശാപതാപങ്ങൾ തീർന്നു കഴിയുമ്പോൾ മേനക പറന്നു പോകും, വിശ്വാമിത്രൻ പെടും, തപസ്സും പോവും, ഊർജവും പോവും, എല്ലാം പോവും. തിരിച്ചും കേട്ടോ, ആണും പെണ്ണും ആർക്ക് വേണേലും വരായത് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക്. അപ്പം ആദ്യ കാഴ്ചയിൽ തന്നെ പെട്ടെന്ന് അനുഭവപ്പെടും അവർക്ക്, എനിക്ക് നേരത്തെ പരിചയമുള്ളവരാണല്ലോ, എനിക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ട്. സോള് റെക്കഗ്നൈസ് ചെയ്യപ്പെടും, നമ്മൾ വളരെ അടുത്തുള്ളവരാണല്ലോ എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി അതിന് കാരണം എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിലെ ട്രോമ ഹീൽ ചെയ്യാനുള്ള സമയമായി എന്നുള്ള. അപ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ കാർമിക് ഡെപ്റ്റിൻ്റെ റിഫ്ലക്ഷൻ മിററിങ് ആണ് വരുന്നതെന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഈ അഷ്ടമത്തിലെ ചന്ദ്രൻ അകാരണമായ ഭയവും ഉത്കണ്ഠ ആങ്സൈറ്റിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പിന്നീട് ഈ ബന്ധവുമായിട്ട് ആ അറ്റാച്ച്മെൻറ്റ് വരികയും അറ്റാച്ച്മെൻറ്റുകളിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സുഖം, ആ ഒരു സ്വസ്ഥത പിന്നീട് ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം തോന്നും, ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പം ആ ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള തോന്നൽ, ആ ഒരു ഇഷ്യൂ വരും. എന്നെ ഇതിങ്ങനെ വിട്ടുകളയുമോ, അങ്ങോട്ട് വരുമോ. അപ്പം വിട്ട് കളയാൻ നോക്കിയാൽ അത് പോയി കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും പോകും. സ്നേഹമല്ലത്, സ്നേഹം കൊണ്ട് തോന്നുന്നതല്ല. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കാർമിക് ഡെപ്റ്റ് അത് എത്ര മുറിവേൽപ്പിച്ചാലും, ഞാൻ ചിലരുടെയൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, അതെത്ര മുറിവേൽപ്പിച്ചാലും അതിൻ്റെ പുറകിന് പോകുന്നുള്ളതാണ്. എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല സാർ, എൻ്റെ ഭർത്താവായിപ്പോയില്ലേ, മകനായിപ്പോയില്ലേ, കൂട്ടുകാരനായിപ്പോയില്ലേ, സഹപാഠിയായിപ്പോയില്ലേ, പോയില്ലേ എന്നുള്ള ഇതിനു മുമ്പിൽ എന്തെങ്കിലും ഒരു പേര് ഉണ്ടാവും, ഏതെങ്കിലും ഒരു ബന്ധമായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഈ സമയത്ത് ഇന്ന ആൾ മാത്രമേ കൂട്ടിനുള്ളായിരുന്നുള്ളൂ, അതുകൊണ്ട് എത്ര വൃത്തികെട്ടവളായാലും എത്ര വൃത്തികെട്ടവനായാലും എനിക്ക് അയാളെ കളയാൻ കഴിയില്ല. ആ സമയത്ത് അസ്ട്രോളജേഴ്സിൻ്റെ മുന്നിലാണ് ഇത് വരുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിലാണ് വരുന്നത്, അത് കുറച്ച് കഴിയുമ്പോൾ പൊക്കോളൂ, നിങ്ങളൊന്നും പറയണ്ട. പറഞ്ഞാൽ നമ്മൾ ആ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. പലപ്പോഴും ജ്യോതിഷികളൊന്നും പറയുന്നില്ല എന്നൊരു ഇത് പറയാറുണ്ട് ജ്യോതിഷത്തിൽ. ഈ തിരുവള്ളൂരിൻ്റെ തിരുക്കുറളിൽ പറയുന്ന പോലെ സഭ നോക്കി വേണം സംസാരിക്കാൻ, സമയം നോക്കി വേണം സംസാരിക്കാൻ, പേശിയും പഴകണം പേശാതെയും പഴകണം എന്നാണ്. സംസാരിച്ചും ഇടപെടണം, സംസാരിക്കാതെയും നമ്മൾ ഇടപെടണം. അപ്പം ആ അതിതീവ്രമായിട്ട് ആ ട്രോമ ബോണ്ടിങ്ങിലിരിക്കുമ്പം അവർക്കതിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല. പല ആൾക്കാരും അവിടെ നിന്ന് കരകയറി വരുമ്പോഴാണ് അവർക്ക് ശരിക്കും ഒരു വെളിച്ചം കിട്ടുന്നത്. കുറച്ച് സമയമെടുക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അതായത് ശാപം കിട്ടിയ ഇന്ദ്രൻ പന്നിയുടെ രൂപത്തിൽ ചെളിക്കുണ്ടിൽ കിടക്കുമ്പോൾ മഹർഷീശ്വരനായിരിക്കുന്ന നാരദൻ പറയടാ, നീ ഇന്ദ്രനാണ്, നീ ഇവിടെ ഈ ചെളിക്കുണ്ടിൽ കിടക്കേണ്ടതല്ല, നിൻ്റെ സ്വസ്ഥതയും സുഖവും ഒക്കെ എവിടെയാണെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഈ ചെളിക്കുണ്ടാണ് സ്വർഗം, ഞാനിവിടെ സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായിട്ട്. അപ്പം ആ ചെളിക്കുണ്ടിൽ കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അതിനുള്ളിൽ ഇരിക്കുമ്പോൾ വിചാരിക്കും അതാ സ്വസ്ഥതയെന്ന്, എനിക്കത് കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ വെറുതെയാണ്. അതില്ലെങ്കിലും നമ്മളാരും ഇല്ലെങ്കിലും ഈ ലോകം മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഉണ്ടായാൽ
എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് കരകയറാൻ വേണ്ടി അത് മനസ്സിലാക്കിയത് ട്രോമ ബോണ്ടിങ്ങാണ്, എൻ്റെ പൂർവ്വജന്മത്തിൻ്റെ ശാപതാപങ്ങളുടെ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് റിയലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇത് പതുക്കെ മാറിപ്പോവും. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പെട്ടെന്ന് കഴിയും. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ യാത്രയാകുന്ന വിധിയെ മുന്നോട്ട് ആ ഒരു ട്രോമ അല്ല ഒരു കാർമിക് ഡെപ്റ്റ് ഹീലാകുമ്പോൾ ആ ഹീലായി മാറിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് നിങ്ങളുടെ വിധിയാണ്. ആ വിധി നിങ്ങളുടെ ബുദ്ധിയെ നിയന്ത്രിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതുപോലെ തന്നെ 8th ഹൗസ് പറയുമ്പം രഹസ്യ സ്വഭാവമുള്ള ബന്ധങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. സീക്രട്ടീവ് കണക്ഷൻസ്. ചന്ദ്രൻ 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധങ്ങളെന്ന് പറയുന്നത്, 8ാം ഭാവത്തിലെ ബന്ധങ്ങൾ പലപ്പോഴും സമൂഹം, മതം, രാഷ്ട്രം, രാഷ്ട്രീയ വ്യവസ്ഥകൾ ഇതുമായിട്ടൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ മാത്രം ഉള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് മീഡിയസിൽ, കേരളത്തിലെ മീഡിയയിൽ, ഇൻ്റർനാഷണൽ മീഡിയയിൽ ഇത്രയും ഉണ്ടോയെന്ന് അറിയത്തില്ല. കേരളത്തെ മീഡിയയിൽ അഷ്ടമഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അവിഹിതങ്ങളൊക്കെ. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ഒക്കെ രഹസ്യങ്ങൾ പരസ്യമാക്കി റേറ്റിംഗ് കൂട്ടുന്നതിൻ്റെ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ച്. ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ 2 ദിവസം മുമ്പ് വളരെ മനോഹരമായൊരു ന്യൂസ് വന്നത്, കേരളത്തിലൊരു കുട്ടി, ഒരു സാധാരണ കുട്ടി, സിവിൽ സർവീസിൽ ഉയർന്ന റാങ്ക് കിട്ടി. അതുപോലെ തന്നെ ഒരു 109ാമത്തെ റാങ്ക് കിട്ടിയൊരു പയ്യനുണ്ട്. കണ്ണിനൊരു കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പയ്യനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു സാംസൺ ക്രിക്കറ്റിൽ ലാസ്റ്റ് 3 കളിയിൽ അയാൾ എത്രയോ കാലം കാത്തിരുന്ന് അവഗണിക്കപ്പെട്ടിട്ടും തിരിച്ചു കയറി വന്ന് അയാൾ വിജയിച്ച ഒരു സിറ്റുവേഷൻ. അയാൾ പ്രൂവ് ചെയ്തൊരു ദൈവാധീനം, അയാളുടെ കൂടെ അയാൾ വർക്ക് ചെയ്തതിനനുസരിച്ച് അയാൾ കിട്ടിയ ദൈവാധീനം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തെല്ലാം, ഇത്രയും 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ്. അപ്പോൾ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, DRDOയുടെ ഒരുപാട് സയൻറ്റിഫിക് എക്സ്പീരിയൻസുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ സാറ്റലൈറ്റ് മീഡിയാസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാതറിങ് നടന്ന വുമൻസിൻ്റെ, സ്ത്രീകൾ ഒരുമിച്ച് ഗ്യാദർ ചെയ്യുന്നൊരു സ്ഥലം ആറ്റുകാൽ പൊങ്കാല. ആ പൊങ്കാലയുടെ നല്ല കാര്യങ്ങൾ എത്ര പേര് അറിഞ്ഞു? പക്ഷെ അതിലുണ്ടായ മോശ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ രഹസ്യ ഭാവത്തെ പ്രതിനിധീകരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ അത് അവനവൻ്റെ ആകുമ്പോഴാണ് വിഷയം വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കോമഡി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ചർച്ച ചെയ്യുന്നവരെല്ലാം ശുഖബ്രഹ്മർഷിമാരാണല്ലോ. വിരക്ത പുരുഷനും വിരക്തി വന്നിട്ടുള്ള, സത്യസ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് വിരക്തി വന്നിട്ടുള്ള മഹാഋഷിമാരും മുനിമാരും ആണല്ലോ എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതൊക്കെ അവരത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വ്യൂവേഴ്സ് ആ വിഷയത്തിന് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ രഹസ്യം അറിയാനൊരു പ്രത്യേക സന്തോഷം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എന്നാൽ 8ാം ഭാവത്തിൻ്റെ വിഷയങ്ങളെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കേണ്ടത് തന്നെയാണ്. അത് ഒരു സീക്രട്ടീവ് കണക്ഷൻസ് പലർക്കും ഉണ്ടാവാം. ലോകം അങ്ങനെയാണ്, പലർക്കും പലതും വരാം. അത് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ജഡ്ജ് ചെയ്യുക, നമ്മളെ ശരിയാക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക. ഇല്ലെങ്കിൽ ആ സമയവും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വേസ്റ്റ് ആകും. ആവശ്യമില്ലാത്ത കർമ്മങ്ങൾ വലിച്ചു വെക്കുകയാണ്. അയാളുടെ കർമ്മഫലമായിരിക്കും അയാൾ മനക്കേടുണ്ടാവാനും അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് എത്തിപ്പെടാൻ. നമ്മൾ അതിലേക്ക് പോകാതെ നമ്മുടെ കാര്യം നോക്കുക. നമ്മളെ ഓരോ നിമിഷവും ഈ ശാസ്ത്രം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ഓരോ നിമിഷവും ചിലപ്പോൾ എനിക്കും ഉണ്ടാവും ഒരുപാട് കുറവുകൾ, നിങ്ങൾക്കും ഉണ്ടാവും ഒരുപാട് കുറവുകൾ. എല്ലാ മനുഷ്യർക്കും കുറവുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ജന്മം തന്നെ. പൂർണ്ണത എന്നുള്ളത് ഭൂലോകത്തില്ല. പൂർണ്ണതയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലോകമുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ, എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ പരാജിതരായിരിക്കും നമ്മൾ ഓരോരുത്തരും. ചിലപ്പോൾ സാമ്പത്തികമാകാം, പഠിക്കാനുള്ള കഴിവുകളാവാം, അല്ലെങ്കിൽ എന്തെല്ലാം വിഷയത്തിൽ പരാജയം വരാം. അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും സർവൈവ് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ സുഹൃതങ്ങളുള്ള ഏതെങ്കിലും വിഷയങ്ങളും ഉണ്ടാവും. അതാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ യുണീക്ക്നെസ്.
അതിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടതും. വേറൊരാളുടെ കാര്യത്തിൻ്റെ പുറകിനല്ല പോകേണ്ടത്. ആ ഒരു നെഗറ്റിവിറ്റിയും കൂടെ ഓൾറെഡി നമ്മുടെ കാര്യം തന്നെ നമുക്ക് നോക്കാൻ നേരമില്ല, അതിൻ്റെ കൂട്ടത്തിൽ വേറെ കാര്യങ്ങളിലൂടെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം തിരിച്ചറിയണം. അപ്പോൾ 8ാം ഭാവം എന്ന് പറയുന്നത് രഹസ്യ സ്വഭാവമുള്ള ബന്ധങ്ങൾ ഉണ്ടാവാം. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജ്യോതിഷി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിഷയം വളരെ യുണീക്കായിട്ട് തന്നെ അത് നോക്കണം. നമ്മൾ സാമൂഹിക വ്യവസ്ഥയും ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതമാണ്. അയാളെ എങ്ങനെ മാറ്റാം, എങ്ങനെ ഇതിൽ പോയി പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അയാൾ എങ്ങനെ പെടാതിരിക്കാം, അല്ലെങ്കിൽ അഥവാ ഇന്നത് പോയി പെട്ടാൽ ഇന്നതുപോലെ നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യണം. ഇത് ഇന്ന വിഷയമാണ്. 8th ഹൗസ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരതയുള്ള ബന്ധങ്ങളായിരിക്കില്ല എന്നുള്ളതാണ്. ഉറപ്പാണത്. സ്ഥിരത ഉണ്ടാവില്ല എന്നുള്ളത്. 7ാം ഭാവാധിപൻ 8-ൽ, ശുക്രൻ 8-ൽ, വ്യാഴം 2-ലും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഡിവോഴ്സ് ഉണ്ടാകുന്നത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വിവാഹമാണെങ്കിൽ പോലും അതിലൊരു സ്ഥിരത വരത്തില്ല. അപ്പം എന്ന് പറഞ്ഞാൽ 8ാം ഭാവം രഹസ്യ വിഷയങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും മറച്ചു വെക്കേണ്ടതായിട്ടുള്ളതും അവർക്ക് മനസ്സിലാവാത്തതുമായിട്ടുള്ള ബന്ധങ്ങളിൽ അതിലേക്ക് ആകർഷിക്കപ്പെടും സാധ്യതയുണ്ട്. ഇത്തരം കാർമ്മിക ബന്ധങ്ങൾ പലപ്പോഴും മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചന്ദ്രനിലിട്ട് നിൽക്കുന്നവർ പോകുന്നത്. ഒരു സ്വസ്ഥത കിട്ടും, ഒരു സമാധാനം കിട്ടും. പുള്ളിയുടെ ഞാൻ പൂർണ്ണമായിട്ടും ഇമോഷണലി അവർക്ക് വേണ്ടി അവൈലബിളാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ, അതായത് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെന്തെങ്കിലും, നമ്മൾ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ബന്ധത്തിന് ഓക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ ചേർന്ന് പോകാമെന്ന് വെച്ചത്. ഡെപ്റ്റാണ് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഓക്കെ, നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ, നമ്മൾ ഏറ്റവും ഗ്രോസായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതുകൊണ്ടായിരിക്കും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പം നമ്മളുടെ പ്രശ്നങ്ങൾ മാറുന്നുമില്ല, അവരെ ഒട്ടും മനസ്സിലാവുന്നില്ല. അവരിനി നമ്മുടെ അടുത്തുനിന്ന് പോയി അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റിയും ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വലിയ ഇതിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. ചന്ദ്രന് ഒരു പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് ബന്ധങ്ങളിലേക്ക് എത്തും, പക്ഷെ പെട്ടെന്ന് പരാജയപ്പെടും. ഏതുപോലെയാണോ അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുന്നത് തിഥികളിലൂടെ, പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ദിവസവും മാറുന്നതിനനുസരിച്ച് ചന്ദ്രനിൽ മാറ്റമുണ്ടാകുന്ന പോലെ മനസ്സിൻ്റെ തെളിച്ചവും മനസ്സിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങളും പെട്ടെന്ന് മറിയും. ഈ കട്ട് ഷോട്ടുകൾ പോലെയാണ് എഡിറ്റിങ്ങിൽ പെട്ടെന്ന് മാറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സീക്രട്ടീവായിട്ടുള്ള കാര്യങ്ങൾ സീക്രട്ടീവായിട്ട് തന്നെ ആക്കും. പക്ഷെ അതിൽ വലിയ കുഴിയിലേക്ക് പോയി ചാടാതിരിക്കാൻ നോക്കുക. അഥവാ അങ്ങനെയുള്ള ട്രോമസ് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ പുതിയൊരു കുഴിയിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. ഇന്ദ്രനായിരിക്കുന്ന നിങ്ങൾ ചെളിക്കുണ്ടിൽ പന്നിയുടെ രൂപത്തിൽ നിന്നും പുറത്തു വന്ന് ലോകത്തിൻ്റെ സ്വർഗമായിരിക്കുന്ന നിങ്ങളുടെ രാജധാനിയിലെ രാജാവായി മാറുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് അർഹതയുള്ളത്. നിങ്ങളുടെ ലോകം നിങ്ങളുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ലോകമുള്ളത്. ഞാനുള്ളത് കൊണ്ടാണ് എൻ്റെ ലോകം. എൻ്റെ കണ്ണടഞ്ഞാൽ ഉറങ്ങുമ്പോൾ പോലും ആണെങ്കിലും പിന്നെ എനിക്ക് ലോകമില്ല, ഉണരുമ്പോഴാണുള്ളത്. ആ ലോകത്തെ കിങ്ങായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അങ്ങനെ ആവണമെങ്കിൽ എന്താണ്? സ്വർഗം സ്വസ്ഥതയുടെ രാജാവാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയണം, നമ്മളെ ലോകത്തെക്കുറിച്ച് അറിയണം, നമ്മളെ മനസ്സിലാക്കണം. അതിനുള്ളിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള വിഷയങ്ങൾ വരും. അപ്പോൾ ശാപം കിട്ടാതിൽ ചീത്ത വിഷയങ്ങൾ വരുമ്പോൾ ശാപം കിട്ടാൻ, നല്ല വിഷയങ്ങൾ വരുമ്പോൾ സുഹൃതം വരാം. പക്ഷെ ആ സുഹൃതങ്ങൾ കൂടിക്കൂടി വരുമ്പം സന്തോഷം, നാശമില്ലാത്ത അവസ്ഥയുടെ രാജാവായിട്ട് മാറാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാനിത് പലപ്പോഴും ഇങ്ങനെ കഥകളിലൂടെയും ഇതിലൂടെയൊക്കെ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ വരണം. അല്ലെങ്കിൽ ഇതൊന്നും കേട്ടുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മുടെ ലൈഫ് വളരെ ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ജീവിതത്തിൽ ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറിയ ജീവിതമല്ലേ, ചെറിയ ജീവിതം, ഇത് വലിയ സ്പെഷ്യലൊന്നുമല്ല. എനിക്ക് സാധാരണ പോലെ ജീവിക്കാനാണ് ഇഷ്ടം. സാധാരണ പോലെ ജീവിച്ചാലും അസാധാരണ പോലെ ജീവിച്ചാലും ഒരു ദിവസം നമ്മുടെ എല്ലാം ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രേവ് യാർഡ് തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. അങ്ങോട്ടാണ് പോകുന്നത്. അതിൽ ഇന്നത്തെ ദിവസം സന്തോഷമായിട്ടിരിക്കാൻ എന്ത് വേണം? നമ്മളെ തിരിച്ചറിയണം, നമ്മളെ മനസ്സിലാക്കണം, നമ്മുടെ കൂടെ ഇരിക്കണം. ആ ഇരിക്കുന്നത് തന്നെയാണ് നമുക്ക് സന്തോഷം തരുന്നത്. ഒരുപാട് മോശ കാര്യങ്ങൾ നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളിൽ ഇഷ്ടമല്ലാത്ത അടിച്ചമർത്തി വെച്ച പല കാര്യങ്ങളും പുറത്തേക്ക് വരും.
പക്ഷെ അത് എന്തുകൊണ്ടതുണ്ടായി എന്നുള്ള ചോദ്യം പലപ്പോഴും നമുക്കുണ്ടാകും. അതിനുള്ള ഉത്തരമാണ് ജ്യോതിഷം. അപ്പോൾ അത് പഠിക്കുമ്പം ഇതിങ്ങനെ ചിന്തിച്ച് പഠിക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിലാവും, ഓക്കെ ഇതാണ്. അപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടല്ല, നാളിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നാളിനെ കുറ്റപ്പെടുത്തി പോകുന്നുണ്ട് ചില ആൾക്കാർ. നമ്മൾ പറയും ഇത് ഇന്നതുകൊണ്ടാണ്, വിശാഖക്കാരിങ്ങനെയാണ്, ചിത്തിരക്കാരിങ്ങനെയാണെന്നൊക്കെ പറയുമ്പം അപ്പോൾ എൻ്റെ കുഴപ്പമല്ലല്ലേ, നാളിൻ്റെ കുഴപ്പം. അത് നിങ്ങളവിടെ ജനിക്കാൻ കാരണം, ഈ ദിവസം ഈ നക്ഷത്രത്തിൽ ജനിക്കാൻ കാരണം നിങ്ങൾക്ക് ആ ഡെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കണം. എന്നിട്ട് സ്വയം മാറാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അടുത്തത് സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ഹീലിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രൻ ഒരു ഇൻറ്റ്യൂട്ടീവ് പ്ലാനറ്റും കൂടിയാണ്. ചന്ദ്രൻ 8th ഹൗസിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻറ്റ്യൂഷൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പം നിഗൂഢ ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പഠനവും അറിവും ഒക്കെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയവും വൈകാരികവുമായിട്ടുള്ള ഒരു ഹീലിങ്ങിന് ഇവർക്ക് കഴിയും എന്നുള്ളതാണ്. ഇവർ ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ജീവിതവും ശേഷമുള്ള ഒരു ജീവിതവും രണ്ടും രണ്ടായിരിക്കും. ഇവർ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീച്ചറിലേക്കോ അല്ലെങ്കിൽ ഒരു സാധകനിലേക്കോ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു വലിയൊരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിനുള്ളൊരു സിറ്റുവേഷൻസ് ഇവർക്കുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും ഇല്ല, വ്യാഴം ബലപ്പെട്ടവർക്ക് അങ്ങനെ ഉണ്ടാകുന്നില്ല. ജന്മസിദ്ധമായിട്ട് ജനിക്കുമ്പം മുതലേ അവർക്കൊരു സ്പിരിച്വൽ സോളായിരിക്കും. ഒന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഒരു പ്രാർത്ഥനയും മന്ത്രജപമൊക്കെ അമ്പലങ്ങളിൽ പോകാൻ ഇഷ്ടമായിരിക്കും, ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടമായിരിക്കും. ചന്ദ്രന് ഒറ്റപ്പെട്ടിരിക്കാൻ പേടിയായിരിക്കും, അവർക്ക് കണ്ണടച്ചിരിക്കാൻ പോലും പേടിയായിരിക്കും, കണ്ണടയ്ക്കാൻ പേടിയായിരിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് ആ വ്യാഴമൊക്കെയാണ് ബലപ്പെടുന്നവർക്ക് കുട്ടിക്കാലം മുതലേ ക്ഷേത്രത്തിനോടും മണികളോടും കൊട്ടിനോടും ഈശ്വരീയ കാര്യങ്ങളോടും ദൈവീകമായ വിഷയങ്ങളോടും സ്പിരിച്വലായിട്ടുള്ള വിഷയങ്ങളോടും ഒക്കെ ആയിരിക്കും അവർക്ക് താല്പര്യം. പക്ഷേ ഇവിടെ ചന്ദ്രൻ 8th ഹൗസിൽ നിൽക്കുമ്പോൾ പറഞ്ഞൊരു ബ്രേക്ക് വന്നിട്ട്, ഒരു ട്രോമ വന്നിട്ട്, ഒരു തിരിച്ചറിവ് വന്നിട്ടായിരിക്കും ഇവർക്ക് മാറ്റം ഉണ്ടാകുന്നത്. ആ മാറ്റം ഇവരെ മുന്നോട്ട് നയിക്കുന്നത് 8ാം ഭാവം എന്ന് പറയുന്നത് നിഗൂഢമായിട്ടുള്ള ശാസ്ത്രങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു ഭാവം കൂടി ആയതുകൊണ്ട് അവിടെ അന്വേഷണം തുടങ്ങും എന്നുള്ളതാണ്. അപ്പം പൂർവ്വജന്മത്തിൽ നിങ്ങളോടൊപ്പം താന്ത്രികമായിട്ടോ ജ്യോതിഷപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചതോ, എനിക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണം, അവരെ ഹീൽ ചെയ്യണം എന്നൊക്കെ ഇന്ന് പലപ്പോഴും ഹീലേഴ്സ് ആവുന്നത് ഒരു പ്രൊഫഷനായിട്ട് ഇതെടുത്ത് പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വാസ്തവത്തിൽ എൻ്റെ ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ അതേപോലെ തന്നെ ഹീലിംഗ് പ്രൊഫഷണൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പണം സെക്കൻഡറി ആയിട്ട് കണ്ടില്ലെങ്കിൽ അവർക്കൊരിക്കലും മനസ്സമാധാനം കിട്ടില്ല. ചിലപ്പോൾ വലിയ വീടുകളുണ്ടാവാം, വലിയ കാറുകളുണ്ടാവാം, ഒരുപാട് ക്ലയൻറ്റ്സ് ഉണ്ടാവാം, പക്ഷെ ആദ്യം ഇതെൻ്റെ ഈ ജന്മത്തെ നിയോഗമാണ്. ഓരോരുത്തർക്കും ഓരോ നിയോഗം പറഞ്ഞിട്ടുണ്ട്. ആ നിയോഗത്തിൽ കൃത്യമായി അത് ചെയ്യാൻ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അപ്പം ഞാൻ നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ എല്ലാ കൺസൾട്ടേഷനും നല്ലതാവണമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പരാജയപ്പെടാം, അത് വിധിയാണ്. പക്ഷെ അതിൽ ആ പരാജയപ്പെട്ട കൺസൾട്ടേഷനിൽ പോലും നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാട്ടി എന്നുള്ളതാണ്. ഒരു സിനിമയിലെ നടൻ അല്ലെങ്കിൽ ഒരു നാടകത്തിലെ നടൻ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ആ നാടകം പരാജയപ്പെട്ടേക്കാം. ചിലപ്പോൾ സ്ക്രിപ്റ്റ് കൊണ്ടായിരിക്കാം, ലൈറ്റിംഗ് കൊണ്ടായിരിക്കാം, സൗണ്ട് കൊണ്ടായിരിക്കാം, എഡിറ്റിംഗ് കൊണ്ടായിരിക്കാം, മ്യൂസിക് കൊണ്ടായിരിക്കാം, മറ്റ് സഹനടന്മാരുടെയോ നടിമാരുടെയോ ഇതുകൊണ്ടായിരിക്കും, പല കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിന് ചിലപ്പോൾ ആ കാലഘട്ടത്തിലെ ട്രെൻഡ് അല്ലായിരിക്കും ആ സിനിമ, അങ്ങനെയാവാം. പക്ഷേ ആ പരാജയപ്പെട്ട നാടകത്തിലോ സിനിമയിലോ പോലും ആ നടൻ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലെയാണ് ഇവിടെയും ഹീലിംഗ് പ്രൊഫഷനോ അല്ലെങ്കിൽ അസ്ട്രോളജിയോ അല്ല പഠിക്കുമ്പോഴോ ഒക്കെ എല്ലാം വിജയിക്കണമെന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, തോറ്റു പോകാൻ ചിലപ്പോൾ. അനവധി വിജയങ്ങളും ഉണ്ടാവാം, വിജയികളായിരിക്കും കൂടുതലും, പക്ഷെ പരാജയങ്ങളും ഉണ്ടാവാം. പക്ഷെ അതിനെ പണത്തിൻ്റെ പേരിലായിരിക്കരുത് കാണുന്നതെന്നുള്ളതാണ്. ധനം വേണം ജീവിക്കാൻ. ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ നിങ്ങളൊരു ഗൃഹസ്ഥനാണെങ്കിൽ, സന്യാസിയാണെങ്കിൽ ഇത് വേണ്ട, ഗൃഹസ്ഥനാണെങ്കിൽ 100% ഉറപ്പുള്ളൊരു കാര്യമാണ്, അത് വേണം. പക്ഷേ അതിന് നിങ്ങളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സമയം, ഇതിനെല്ലാം നിങ്ങളൊരു വിലയിടണം. നിങ്ങളുടെ ടൈം, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന്, നിങ്ങളുടെ ലൈഫിൽ ഒരു ദിവസമായിരിക്കും ചിലപ്പം കൺസൾട്ടേഷൻ, ആ ദിവസം ഒരിക്കലും തിരിച്ചു വരില്ല. അതുകൊണ്ട് നിങ്ങളൊരു സമയത്തിനൊരു വിലയിടണം. അതാവശ്യമുള്ളവർ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ കയ്യിൽ സ്റ്റഫ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ കഴിവുണ്ടെങ്കിൽ, നിങ്ങളിട്ടിരിക്കുന്ന ആ വിലയ്ക്ക് നിങ്ങൾക്ക് മൂല്യമുണ്ടെങ്കിൽ നിങ്ങളെ തേടി ആൾക്കാർ വരും. ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ്,
പറ്റുന്നവർ വന്നാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർ ജെന്യുവിനായിട്ടുള്ളവരാണെങ്കിൽ അവർ നിങ്ങളെ തേടി തന്നെ വരും. ചിലപ്പോൾ അവരുടെ നിസ്സഹായത കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒന്നും വാങ്ങണമെന്നും തോന്നില്ല, അവരെ സഹായിക്കാൻ മാത്രം തോന്നും. അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ആണ് ഒരു ഹീലിംഗ് പ്രൊഫഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത്. കാരണം ഏറ്റവും നിസ്സഹായത വരുന്ന സമയത്താണ് ഒരു ഡോക്ടറുടെയോ ഒരു ഹീലിംഗ് ഇതിൻ്റെ ഒരു സൈക്കോളജിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ ഒരു അസ്ട്രോളജറുടെയോ അടുത്തൊക്കെ എത്തുന്നത്. എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ എനിക്കൊരു വഴി കിട്ടുന്നില്ല, എങ്ങനെ ആവാം എന്നൊക്കെ ഉള്ളത് അല്ലേ. തീരെ നിസ്സഹായത. ഇപ്പോൾ ഒരു സർജറിയുടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാൾ കയറി കിടക്കുന്നത് പൂർണ്ണ സറണ്ടറിങ്ങോടുകൂടിയാണ്. കുത്തി കീറാൻ പോവുകയാണെന്നറിയാം. ഇതിൻ്റെ സെഡേഷൻ കഴിഞ്ഞ് ഞാൻ ഉണരുമോ ഉണരത്തില്ലയോ എന്നുള്ള ഉറപ്പ് പോലില്ല. പക്ഷെ ഡോക്ടറെ അങ്ങ് വിശ്വസിക്കും ഉണരും എന്നുള്ളത്. ഡോക്ടർ അവിടെ ഇതെൻ്റെ ധർമ്മമാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് കേരളത്തിൽ ഒരു സ്ത്രീയുടെ വയറ്റിലൊരു കത്രിക കടന്നൊരു വീഡിയോ വന്നു. അതിൻ്റെ ട്രോളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം തോന്നിയത്. ബുധന് ബലമുള്ളവരാരാ അത് ചെയ്തേക്കുന്നത്. ഇത് കത്രിക വയറ്റിൽ കിടന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് ഏതോ ഒരു ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മറുപടി പറയുന്നത് ഈ ട്രോളന്മാർ പറയുന്നുണ്ട്. ഈ ട്രോൾ ചെയ്യുന്നവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഈ കത്രികയല്ലേ ഏറ്റവും സേഫായിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലം വയറാണ്. അത് പുറത്തെങ്ങാനും ഇരുന്നിരുന്നെങ്കിൽ ആ കത്രിക തുരുമ്പ് പിടിച്ച് എന്നേ നശിച്ചു പോയി. ഇതാകുമ്പോൾ 5 വർഷം വയറ്റിൽ തന്നെ ഇരുന്നല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണോന്നോ ഒന്നുമില്ല. പക്ഷേ ഓരോ പ്രൊഫഷനും അതിൻ്റേതായ ഒരു ആത്മാർത്ഥത അതിനോടുണ്ട്. അതൊരു ദൈവദത്തമായൊരു കലയാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെട്ടത്. പലപ്പോഴും ഇന്ന് ആൾക്കാർ ആ പ്രൊഫഷൻ തരുന്ന, ഞങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് MBBS പോകുന്ന ആൾക്കാർക്കെല്ലാം MBBS ഇഷ്ടമായതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും ആ പ്രൊഫഷൻ തരുന്ന ഒരു ഹെഡ് വെയിറ്റ് കൊണ്ടാണ്. പണ്ട് എൻജിനീയറിങ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരിതുണ്ട്. അതിന് മുമ്പ് സർക്കാർ ജോലി കിട്ടിയാൽ ഉള്ള ഇതുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ക്ലിനിക്കുകളിൽ പോലും ഡോക്ടർമാർക്ക് അധികം ശമ്പളമില്ലാതെ അനവധി ക്ലിനിക്കുകളും ഒക്കെ ഇഷ്ടം പോലെ ഓവറായിട്ട് ഡോക്ടേഴ്സ് വരുന്നൊരു കാലം വരും അധികം താമസിക്കാതെ. അത് നിങ്ങൾക്ക് ഭാവിയിൽ അത് കാണാവുന്നതാണ്. അത് ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി ആയിരിക്കാം മില്യൺസ് കേരളത്തിൽ പമ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കോർപ്പറേറ്റ് ആൾക്കാർ. ഡോക്ടർമാരുടെ ജോലി പോകരുതല്ലേ, അവർക്ക് വീണ്ടും വീണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കോർപ്പറേറ്റുകൾ ഫണ്ട് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഇപ്പോൾ അത് ഈ പല സ്ഥലത്തെ ഡോക്ടർമാരുടെ യൂണിയനുകൾ അതിനെതിരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ വ്യാഴത്തിൻ്റെ അതിചാരം നടക്കുന്ന കാലഘട്ടമായതുകൊണ്ടായിരിക്കും 2020 മുതൽ 2033 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നിരീക്ഷിക്കാനും പഠിക്കാനും വളരെ സംഭവബഹുലമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടെയും ഒരുപാട് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനും ഭരണത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പം ഈ കാലഘട്ടത്തിൽ ഈ 8-ൽ ചന്ദ്രനുള്ളവർ പലരും പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് അവർ ഹീലിംഗ് പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുന്നവരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ഉണ്ടാവാം. അപ്പം അവർ ചിലപ്പം ഇത് പഠിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് സാധന ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ ഒരുമിച്ച് വന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ഈ ജന്മത്തിലെ സുഹൃത്തായോ പങ്കാളിയായിട്ടോ ഒക്കെ വന്നേക്കാം. അപ്പം പങ്കാളിയുടെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളൊരു അസ്ട്രോളജറോ ഹീലറോ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ അവസ്ഥ, ചിന്താരീതികൾ, മനസ്സിലിരുപ്പ്, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉള്ളിലെ കാര്യങ്ങളെല്ലാം തന്നെ വാക്കുകളിലൂടെ അവർ പറയുന്നതിന് മുമ്പായിട്ട് ഒരു സൈക്കിക് കണക്ഷൻ വഴിയോ അല്ലെങ്കിൽ ഒരു ടെലിപ്പതിക് കണക്ഷൻ വഴിയോ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുകൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. 8th ഹൗസ് ചന്ദ്രന് അങ്ങനൊരു ശക്തമായൊരു പ്രത്യേകതയും ഉണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഞാനെന്നുള്ള ബോധത്തിന് കിട്ടുന്ന, ഈഗോ ഡെത്തിന് കിട്ടുന്ന അടിയാണെങ്കിൽ 8th ഹൗസ് ചന്ദ്രൻ പ്രവർത്തിക്കുന്നത്, മൂൺ 8ാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രവർത്തിക്കുന്നത് കാർമ്മിക ബന്ധങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ
ഏറ്റവും വലിയ വൈകാരികമായിട്ടുള്ള ഭയങ്ങളെ, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയെ, അല്ലെങ്കിൽ ആങ്സൈറ്റിയെ, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസെക്യൂരിറ്റീസാണ് മെയിൻ. ഇൻസെക്യൂരിറ്റീസിനെ നേരിടാനും അതിലൂടെ മാനസികമായിട്ടുള്ള പൂർണ്ണതയും തൃപ്തിയും സൗഖ്യവും ഇമോഷണൽ ഹീലിംഗ് വരാനും അത് ഇമോഷണൽ ഹീലിംഗ് നേടാനും ഒക്കെ കാരണമാകും എന്നുള്ളതാണ്. അപ്പം നെഗറ്റീവായിട്ടുള്ള സൈഡെന്ന് പറയുന്നത് ഇതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമെന്നും തിരിച്ചതിൽ നിന്ന് കരകയറിയാൽ ഇന്ന വഴികളിലൂടെ വരുമെന്നും മനസ്സിലാക്കാനും കഴിയും എന്നുള്ളതാണ്. ഇത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വൃശ്ചികത്തിലാണെങ്കിൽ ചന്ദ്രൻ്റെ ഫലങ്ങൾ ഒരു രീതിയിലായിരിക്കും, കർക്കിടകത്തിലാണെങ്കിൽ അതിന് വേറൊരു ഫലമായിരിക്കും, അതേപോലെ ശനിയുടെ രാശി നിന്നാൽ വേറൊരു ഫലമായിരിക്കും. അങ്ങനെ ഓരോ നക്ഷത്രങ്ങളെയും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്ത്, നക്ഷത്രങ്ങളുടെ സ്വഭാവം കൂടെ കണക്ട് ചെയ്ത് ചേർത്ത് വെച്ചിട്ട് വേണം 8ാം ഭാവത്തിൽ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ ഭരണി നക്ഷത്രത്തിലാണ് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതെന്ന് നിങ്ങളുടെ നക്ഷത്രം അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഭരണിയുടെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാർമിക് ഡെപ്റ്റായിട്ട് വരും എന്നുള്ളതാണ്. അപ്പം അഷ്ടമത്തിൽ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്ന ആ നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് സ്വഭാവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആ ഭരണി നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഞാൻ 27 നക്ഷത്രങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, 2 വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നക്ഷത്രങ്ങളെ ദേവഭൂമിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ 27 നക്ഷത്രങ്ങളുടെ സ്വഭാവവും പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് പഠിച്ച് അതിനെ കൊണ്ടൊന്ന് ഇവിടേക്ക് കണക്ട് ചെയ്യണം. 8th ഹൗസിൽ ചന്ദ്രൻ എന്നാൽ 27 നക്ഷത്രങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യം നോക്കിയിട്ട് 8ാം ഭാവമായതുകൊണ്ട്, അത് കാർമിക് ഡെപ്റ്റ് ആയതുകൊണ്ട് ആ നക്ഷത്രത്തിൻ്റെ വൈകാരികമായിട്ടുള്ള സ്വഭാവങ്ങൾ ഏതൊക്കെയായിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്തു പഠിച്ചോ, നിങ്ങൾ ചോദിച്ചോ, നിങ്ങളെ മുന്നിരിക്കുന്ന ആൾ പറയും എനിക്ക് അങ്ങനെയാണെന്ന് ഉറപ്പാണ്. കാരണം ഞാൻ അതിനകത്ത് ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ് അന്ന് വീഡിയോസൊക്കെ ചെയ്തത്. അപ്പോൾ ഓരോ ഭാവത്തിലും ഇന്ന നക്ഷത്രങ്ങൾ വന്നാൽ എന്തൊക്കെയായിരിക്കും ഫലം എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ പല റിസർച്ചുകളിലും പല കാര്യങ്ങളിലും ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്ത് നോക്കാറുണ്ട്, ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ബോണസായിട്ട് പറഞ്ഞതാണ്. സാധാരണ എൻ്റെ ക്ലാസ്സുകളിലാണ് ഞാനിത് പറയാറുള്ളത്, ഈ പോയിൻറ്റുകളൊക്കെ. കാരണം ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന പോയിൻറ്റുകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു ബോണസ് പോയിൻ്റ് പോലെ പറഞ്ഞതാണ്. അതായത് ചന്ദ്രൻ 8th ഹൗസിൽ നിന്നാൽ അത് ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ നെഗറ്റീവ് വിഷയങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് 100% അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ആദിത്യം കഴിഞ്ഞ് സോമൻ കഴിഞ്ഞ് അങ്കാരകൻ 8th ഹൗസിൽ ചൊവ്വ 8ാം ഭാവത്തിൽ നിന്നുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.